അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി അദബുള്ള മാതാപിതാക്കൾ പറഞ്ഞതനുസരിക്കുന്ന മക്കളാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസിൽ കാണുന്നുണ്ട്. അദ്ദിബു ഔലാദക്കും അലാ സലാസ ഹിസാൽ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ മക്കൾ തന്താന അദബുള്ള മക്കളായി മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1, മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹുബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മക്കളോട് പ്രേരിപ്പിച്ചു കൊടുക്കണം. വളർന്നു വരുന്ന മക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ കഥകൾ, നബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ, നബി തങ്ങൾ ചെയ്ത ത്യാഗങ്ങൾ, ഓരോ കാര്യങ്ങൾ, നബി തങ്ങൾ സ്നേഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിയോടുള്ള ഹുബ്ബിൻ്റെ പ്രകടനം, എല്ലാത്തിനെ കുറിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ മക്കൾ അദബുള്ള മക്കളായി മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. 2-മതായി നബി തങ്ങൾ പഠിപ്പിച്ചത് വഹുബ്ബി അഹ്ലി ബൈത്തിഹി എന്നാണ്. നബി തങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്, സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കേണ്ടതെങ്ങനെ, അവരാദരിക്കേണ്ടതെങ്ങനെ, അവരെ ബഹുമാനിക്കേണ്ടതെങ്ങനെ എന്നുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് മക്കൾ പഠിപ്പിച്ചു കൊടുത്താൽ ആ മക്കൾ അദബുള്ള മക്കളായി മാറുമെന്ന് കളവ് പറയാത്ത നാവ് കൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഹ്ലു ബൈത്തിങ്ങൾ ആരാണ്, അവരെ ഹുബ്ബ് വെക്കണം എങ്ങനെ, ഏത് രൂപത്തിലുള്ള ആളാണെങ്കിലും, പാൻറ്റ് ധരിക്കുന്ന ഒരു അഹ്ലു ബൈത്താണെങ്കിലും ഏത് രൂപത്തിൽ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാതെ ഒരാളുടെ ഇരുന്നെങ്കിൽ അതിനുള്ള ശിക്ഷ എന്താണ് എന്നുള്ളതൊക്കെ മനോഹരമായിട്ട് വിവരിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കി കൊടുത്താൽ നാളെ മക്കൾ അദബുള്ള മക്കളായി മാറുമെന്നാണ് പഠിപ്പിച്ചത്. 3-മതായി ഖുർആൻ, പരിശുദ്ധ പരിശുദ്ധ ഖുർആനിനെ മക്കൾക്ക് ഓതാൻ വേണ്ടി പ്രേരിപ്പിച്ചു കൊടുക്കണമെന്നാണ്. മഗ്‌രിബിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് വാഖിയ സൂറത്തും മുൽക്ക് സൂറത്ത് പോലത്തെ എണ്ണപ്പെട്ട ചില സൂറത്തുകൾ മക്കൾക്ക് ഓതാൻ വേണ്ടി അവരോട് പ്രേരിപ്പിച്ചു കൊടുത്താൽ ആ മക്കൾ നാളെ ഖുർആനിൻ്റെ പവർ കൊണ്ട്, അല്ലെങ്കിൽ ഖുർആനിൻ്റെ കാരുണ്യം കൊണ്ട് ആ മക്കൾ നല്ല സ്വഭാവക്കാരായിട്ട് മാറുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഈ 3 കാര്യങ്ങൾ മക്കളോട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ ആ മക്കൾ അദബുള്ള മക്കളായി മാറുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ, അദബുള്ള സ്വാലിഹായ മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.